Hi dears, how are you? Today we are going to discussing about our third chapter summary. Our third chapter name Crowboy. Okay, Crowboy is written by Taro Yashima. Okay, let us start our summary. Crowboy is a beautiful and emotional story written by Taro Yashima. ക്രോബോയ് എന്നത് അല്ലേ ടാഡോ യഷിമ എഴുതിയ ഒരു മനോഹരവും ഹൃദയസ്പർശിയുമായ ഒരു കഥയാണ്. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഷൈൻ ആൻഡ് ലോൺലി ജപ്പാനീസ് ബോയ് നെയ്മഡ് ചിബി ഹു ഈസ് ഓഫൺ ഇഗ്നോർഡ് ആൻഡ് ലാഫ്ഡ് അറ്റ് ബൈ ഹിസ് ക്ലാസ്മേറ്റ്സ്. ഇതിൽ ഒരു ചിബി എന്ന അല്ലേ അത്യന്തം ശാന്തവും ഒറ്റപ്പെട്ടതുമായ ഒരു ജാപ്പനീസ് കുട്ടിയെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഈ ക്രോബോയ് എന്ന് പറയുന്നത്. ഓക്കെ, ചിബി വാസ് വെരി ക്വയറ്റ് ആൻഡ് സാറ്റ് ഇൻ ദ ഫാർ കോർണർ ഓഫ് ദ ക്ലാസ് റൂം. ഹി നെവർ സ്പോക്ക് മച്ച്, never played with anyone and seemed strange to the other children. Because of this, they gave him the nickname Crowboy and made fun of him. What is here? എന്താ ഇവിടെ പറയുന്നത്? ചിബി വളരെ നിശബ്ദനായ ക്ലാസ്സിൻ്റെ ഒരു കോണിലിരിക്കൂലേ. അവന് മറ്റു കുട്ടികളുമായിട്ട് കളിക്കാറില്ല, സംസാരിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ അവനെ ക്രോബോയ് എന്ന് പറഞ്ഞ് പരിഹസിക്കും. ഓക്കെ, ബട്ട് ചിബി വാസ് നോട്ട് ഡൾ ഓർ foolish. He was observant, patient and had a deep understanding of nature. പക്ഷേ നമ്മുടെ ചിബിക്ക് വളരെ പ്രത്യേകമായ അല്ലെ സ്പെഷ്യലായിട്ടുള്ള കഴിവുകളുണ്ടായിരുന്നു. കാക്കകളുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്നതിൽ അവന് അത്യന്തം വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അതായത് നന്നായിട്ട് അവന് കാക്കകളുടെ ആ ഒരു സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മുടെ ചിബി. ഓക്കെ, when a new teacher, Mr. Azob, joined the school, he noticed Chibi's talent and kind nature. He encouraged Chibi to take part in the school talent show. During the show, Chibi surprised everyone by perfectly imitating different crows. ഇവിടെ എന്താണ് മക്കളെ പറയുന്നത്? പുതിയ ഒരു അധ്യാപകനായല്ലേ മിസ്റ്റർ ഇസോബി നമ്മുടെ ചിബിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞു. അത് ഇതിനു മുന്നേ ഉള്ള ഒരധ്യാപകനും തിരിച്ചറിയാത്ത ആ ഒരു ചിബിയുടെ കഴിവ് തിരിച്ചറിഞ്ഞത് പുതിയ ഒരു അധ്യാപകനായ മിസ്റ്റർ ഇസോബി വന്നപ്പോഴാണ്. കലാപരിപാടികളിൽ ചിബിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അദ്ദേഹം സഹായിച്ചു. The students were amazed and finally realized that Chibi had a special gift. They started to respect him. കലാപരിപാടിക്കിടെ ചിബി വിവിധ തരത്തിലുള്ള കാക്കകളുടെ ശബ്ദങ്ങൾ വളരെ ഭംഗിയായിട്ട് അനുകരിച്ചു. എല്ലാ കുട്ടികളും അത്ഭുതപ്പെട്ടു. ഇതുവരെ അവനെ അപമാനിച്ചവരാണ് പിന്നീട് അവനെ ആദരിച്ചത്. മക്കളെ, ഈ കഥ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഓരോ വ്യക്തിയിലും പ്രത്യേക കഴിവുകളുണ്ട് അല്ലേ. നമ്മൾ ആ ആളുകളെ പുറംഭംഗി മാത്രം കണ്ട് അവരെ വിലയിരുത്താൻ പാടില്ല. അപ്പോൾ അവരുടെ അകത്തുള്ള കഴിവുകൾ നമ്മൾ അറിയാൻ ശ്രമിക്കണം അല്ലേ. ഓക്കെ മൈ ഡിയേഴ്സ്, താങ്ക് യു.